സോറി ഗൈസ്, ഞാനൊരു വീഡിയോ ചെയ്യാനൊന്ന് വിട്ടുപോയിട്ടോ. മോഡലിലെ NRI അഡ്മിഷൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് ഒരു മൈൻഡ് ട്വിസ്റ്റായി വേറെ ഇതിലേക്കോ പോയി. പിന്നെ ഞാൻ ആ കാര്യമേ വിട്ടുപോയി. ഇപ്പോൾ ഇന്നാണിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ മോഡലിലെ NRI അഡ്മിഷൻ്റെ നാളെയാണ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സെലക്ഷൻ ലിസ്റ്റും അതിനു മുമ്പ് ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടീസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ബിടെക്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ ലിസ്റ്റൊന്നും ഡൗൺലോഡ് ചെയ്ത് കിട്ടില്ല. ഫോണിലാണെങ്കിൽ നിങ്ങൾ ഫയർഫോക്സ് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസർ എടുത്തിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ NRI അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് റാങ്ക് ലിസ്റ്റാണ്, അതായത് അപ്ലൈ ചെയ്തവരെ നിന്ന് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 മുതൽ 60 വരെ റാങ്കുകാരെയാണ് അവർ നാളെ വിളിച്ചേക്കുന്നത്, 2-ാം തീയതി വിളിച്ചേക്കുന്നത്. അതിൽ ഒരു സെലക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെലക്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. ഇനി ഇവരിൽ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അടുത്തുള്ള റാങ്കുകാരെ പരിഗണിക്കും. ചിലപ്പോൾ ഇവരെല്ലാവരും അഡ്മിഷൻ എടുക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ കീമിൻ്റെ റാങ്ക് വന്നപ്പോൾ ചിലപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ബെറ്റർ റാങ്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ എടുക്കില്ല. അല്ലെങ്കിൽ വേറൊരു IIT NIT ഒക്കെ പോലുള്ളതോ GSAT പോലുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഓപ്ഷൻ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിൽ വരാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ അടുത്ത നിൽക്കുന്ന റാങ്കുകാർ പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 1 മുതൽ 60 വരെ റാങ്കുകാരെ വിളിച്ചേക്കുന്നത്. ഈ സെലക്ഷൻ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ മിക്കവാറും ഉറപ്പായിട്ട് തന്നെയായിരിക്കും ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കൊടുത്ത മാർക്കൊക്കെ വിശ്വസിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത മാർക്കും ഒക്കെ ഓക്കെ ആണ് എന്നുള്ള ഇതിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാകുക, ഈ സെലക്റ്റഡ് ലിസ്റ്റിലുള്ളവരാണെങ്കിലും. ഇനി ഇതിൽ നോട്ടീസ് പറയുന്നുണ്ട്. നമുക്ക് നോട്ടീസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു NRIയുടെ അഡ്മിഷൻ നടക്കുന്നത്, ഈ വർഷത്തെ NRIയുടെ അഡ്മിഷൻ നടക്കുന്നത് 2/8/2024 ഫ്രൈഡേ, അതായത് നാളെയാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എന്നാലും ഇപ്പോൾ NRIയുടെ അഡ്മിഷൻ ഇവിടെ കംപ്ലീറ്റ് തീരില്ല കേട്ടോ. നിങ്ങളെ പിന്നീട് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മൊബൈലിലോ മെയിലോ ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് വെബ്സൈറ്റിൽ NRIയുടെ അഡ്മിഷൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. കീമിൻ്റെ അലോട്ട്മെൻ്റ് ഒക്കെ കഴിയുമ്പോഴേ ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ട് കയറുവാണെങ്കിൽ ഇതിൽ നിന്ന് കുട്ടികൾ പോകണ അനുസരിച്ചിട്ട് ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്നവരെ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 1 മുതൽ 60 വരെയുള്ള റാങ്കുകാർ 2-ാം തീയതി 9:30 തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഈ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ കോളേജ് വിത്ത് ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫീസ്. അപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ലിസ്റ്റിലുള്ള കുട്ടികൾ ഈ പറയുന്ന പോലെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡോക്യുമെൻറ്റ്സ് അത് നിങ്ങളിപ്പോൾ കീമിൻ്റെ ആണെങ്കിലും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറയും. അത് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ്റെ ടൈമിൽ ചെല്ലാൻ. കാരണം അവർക്ക് വെരിഫിക്കേഷൻ എളുപ്പമുണ്ടാവും. അവരുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ തപ്പിയെടുക്കാൻ നിൽക്കണ്ട, കറക്റ്റായിട്ട് നമ്മളത് വെച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ എ പ്രിൻ്റ് ഔട്ട് ഓഫ് ഓൾ ദ 5 ഫോംസ് അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ആസ് ഗിവൺ ഇൻ ദ വെബ്സൈറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ഫില്ലിംഗ് ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു 5 ഫോം വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് പോകാനും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ the students with rank between 1 to 16 who are not included in the selected list will be given time to remit the fees. അപ്പോൾ അവർക്ക് ഫീസ് റെമിറ്റ് ചെയ്യാനായിട്ടൊരു സമയം തന്നേക്കാം. 1 മുതൽ ഇപ്പം സെലക്റ്റഡ് ലിസ്റ്റിലുള്ള കുട്ടികൾ ഫീസും സർട്ടിഫിക്കറ്റും കറക്റ്റായിട്ട് നാളെ തന്നെ അടയ്ക്കണം, മനസ്സിലായോ? അല്ലാത്തവർക്ക് കുറച്ച് ടൈം തരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഫോം നിങ്ങൾ കൊണ്ടുപോകുക കേട്ടോ എന്തായാലും. ഇനി നിങ്ങളെല്ലാവരും തന്നെ അവിടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും തന്നെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ കരുതുക. കാരണം നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ കൊടുക്കുവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴാണ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുക. അവിടെ നിന്ന് മാറുന്നൊന്നും ഇല്ലെങ്കിൽ, ഇനി അവിടെ തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്, വേറെ മാറുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാത്തിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടുത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഫോർ ഓഫീസ് യൂസ് ഓൺലി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ ഫില്ല് ചെയ്തോളൂ കേട്ടോ. അവിടെ ടീച്ചേഴ്സ് അവിടെ ആരാണോ ഫാക്കൽറ്റി ഉള്ളത് അവർ ഫില്ല് ചെയ്തോളും കേട്ടോ. നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതിലിവിടെ നിങ്ങൾക്ക് നെയിം, മെക്കിൻ്റെ NRI റാങ്ക്, അതുപോലെ അഡ്രസ്സ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സ്, അത്രയാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. പിന്നെ ബാക്കി ഓഫീസ് യൂസ് ഉള്ളതാണ്. പിന്നെ നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് വെരിഫിക്കേഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ
അത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അവർക്ക് സൈൻ ചെയ്യാനുള്ള പ്ലേസ് ആണ് ഉള്ളത് കേട്ടോ. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമും കൂടി ഉണ്ട്. അത് അഡ്മിഷൻ നമ്പർ, അത് അവിടെ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങളെല്ലാം ഓഫീസിനാണ് അത് കിട്ടുക. നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് അഡ്മിഷൻ നമ്പർ. അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ എല്ലാം സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, വില്ലേജ് ഏതാണ്, താലൂക്ക് ഏതാണ്, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, നിങ്ങളുടെ ഇനിയിപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാം. എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, ആനുവൽ ഇൻകം ഓഫ് പാരൻസ്, അത് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിലുള്ളത്. ഇപ്പോൾ NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, EWS ആണെങ്കിൽ അതിലുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ റേഷൻ കാർഡിലുള്ള ആ ഒരു ഇൻകം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റിൽ തന്നെ കൊടുക്കുക. ഇനി അങ്ങനെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ആനുവൽ ഇൻകം നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവുമല്ലോ, അത് മെൻഷൻ ചെയ്തിട്ട് ആനുവൽ ഇൻകം ആക്കി എഴുതിയാൽ മതി. ഓക്കെ. ഇനി നിങ്ങളുടെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, മദറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങൾ +1 +2 എവിടെയാണ് പഠിച്ചതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിന് മുമ്പ് എവിടെയാണോ പഠിച്ചേക്കുന്നത് അവിടുത്തെ ആണ്. നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, കോഴ്സ്, അതായത് ഡേറ്റ് ഓഫ് അഡ്മിഷനൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു TCയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. ഇൻ കേസ് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഉള്ളത് എല്ലാവരും എഴുതാം. പിന്നെ കോഴ്സ് ഏതാണ്, കാറ്റഗറി ഏതാണ്, പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവേഷൻ, TC നമ്പർ, TC ഡേറ്റ്, അത് TC നമ്പറും ഡേറ്റൊക്കെ നിങ്ങളുടെ TCയിൽ ഉണ്ടാവും. ഈ TC കിട്ടാത്തവരാണെങ്കിൽ അതവിടെ പറഞ്ഞാൽ മതി കേട്ടോ. TC അതായത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെങ്കിൽ കേട്ടോ. TC എന്തായാലും വേണം, കിട്ടിയവരെല്ലാവരും കൊടുക്കണം. ഇനി എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, അതായത് +2 ആണ് നമ്മളുടെ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ BTech എടുക്കുന്നവരുടെയൊക്കെ ആ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ അതിൻ്റെ രജിസ്റ്റർ നമ്പറും ബോർഡ് ഏതാണ്, പെർസെൻറ്റേജ് എത്രയാണ്, ഇയർ ഓഫ് പാസ്, അതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഫില്ല് ചെയ്താൽ മതി. പിന്നെ മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് SSLCയുടെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ അത് എഴുതി വെക്കുക കേട്ടോ. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇൻ കേസ് ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ വെക്കാമോ എന്നുള്ളത് ചോദിച്ചിട്ട് അവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുക, നമുക്കിനി ആവശ്യമുള്ളതാണ്. പിന്നെ ഡിക്ലറേഷൻ, നിങ്ങളുടെ പേരും സൈനും ചെയ്യാം. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് പാരൻസിൻ്റെയാണ്, പേര് എഴുതി താഴെ സൈൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ പേഴ്സണൽ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റി റാഗിങ് അഫിഡവിറ്റ് ഉണ്ട്, അതും നിങ്ങൾ എടുത്തിട്ട് ഇവിടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സ്റ്റുഡൻസ് ഓഫ് BTech, അതായത് നിങ്ങളുടെ പേര് എഴുതുക, സ്റ്റുഡൻറ്റ് ഓഫ് BTech ഏത് ബ്രാഞ്ചാണെന്നുള്ളത് എഴുതുക. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത്, CS ആണെങ്കിൽ അത് എഴുതുക. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര ഡു ഹിയർ ബൈ അണ്ടർടേക്ക് ഓൺ ദിസ് ഡേ, ഏത് ഡേയിലാണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിൽ അഡ്മിഷൻ എടുക്കുകയാണ് അല്ലേ, ഓഗസ്റ്റ് മന്ത് ഓഗസ്റ്റ് എഴുതുക, ഇയർ 2024 എഴുതുക. ഓക്കെ. പിന്നെ വേറെ ഇതൊക്കെ ഓക്കെയാണോ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക. പിന്നെ സിഗ്നേച്ചർ ഓഫ് മദർ ഓർ ഫാദർ, ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി, റിലേഷൻഷിപ്പ് എഴുതി അതിന് മുകളിൽ സൈൻ ചെയ്യുക കേട്ടോ. സിഗ്നേച്ചറാണ് ആദ്യം ചോദിച്ചേക്കുന്നത്, പിന്നെ പേരും റിലേഷൻഷിപ്പാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇത് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുമായിരിക്കും, വേണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ 3 നോക്കി. നാലാമത്തേത് ക്യാമ്പസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ഇതുപോലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് അവിടെ നിങ്ങളുടെ സൈൻ കൊടുക്കാനുണ്ട്, നിങ്ങളുടെ പാരൻറ്റിൻ്റെ സൈൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് പോവുക കേട്ടോ. ഇനി ഫീ പെയ്ഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഫീ എങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫീസുകൾ വരുന്നുണ്ടല്ലോ, അഡ്മിഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ്, അതുപോലെ തന്നെ എക്സാം ഫീസ്, അങ്ങനെയൊക്കെ ഏത് ഇതിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെയിം ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ, പ്രിൻസിപ്പൽ ഓഫ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, IFSC കോഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് ബാങ്ക് ആണെന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് GPayയോ അല്ലെങ്കിൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചിലവർക്ക് ഇത്രയും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് നെറ്റ് ബാങ്കിങ്ങോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്കുണ്ട്, അതായത് PTA ഫണ്ട്, ബസ് മെയിൻ്റെനൻസ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി സബ്ജക്റ്റ് ടു ഗവൺമെൻറ് ഡിസിഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഓഫീസ് യൂസിന് അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, അത് അവർ ഫില്ല് ചെയ്തോളും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഡൗൺലോഡ് ചെയ്തൊന്നും എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് നിങ്ങളുടെ പേയ്മെൻറ്റ് മോഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചേക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അവിടെ ബാങ്കൊക്കെ അവിടെ അടുത്ത് തന്നെ എടുത്തിരിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ബാങ്കിൽ കിസാറ്റിൻ്റെ ക്യാമ്പസിൽ തന്നെ ബാങ്കുണ്ട്. എന്ന് വെച്ചാൽ മോഡലും കിസാറ്റ് അടുത്തടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഇതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. പക്ഷേ നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്നവർ, അതായത് സെലക്ഷൻ ലിസ്റ്റിലുള്ളവർ അന്ന് തന്നെ ഫീസ് അടക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ, ഫീസ് അടക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ അവിടുത്തെ ഫാക്കൽറ്റിയുടെ അടുത്ത് പറയാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവിടുത്തെ ഫാക്കൽറ്റിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവരെന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇനി ഇത്രയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രിൻ്റ് ടു ഫീ പെയ്ഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഫീ പെയ്ഡ് ചെയ്ത അതിൻ്റെ ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പേഴ്സണൽ ഡേറ്റ, ആൻറ്റി റാങ്കിങ് അഫിഡവിറ്റ്, ക്യാമ്പസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇത്രയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ 10th-ലെയും 12th-ലെയും സർട്ടിഫിക്കറ്റുകൾ വേണം കേട്ടോ. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അതൊക്കെ വേണം. 10th-ലെ 12th-ലെ സർട്ടിഫിക്കറ്റ്, TC, CC, അഡ്മിഷൻ കിട്ടുന്ന ഉറപ്പുള്ളവർ അതൊക്കെ കൊണ്ടുപോകുക. എല്ലാത്തിൻ്റെയും 2 കോപ്പീസ് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മാറ്റി വെക്കുക. പിന്നെ ഫോട്ടോഗ്രാഫ്സും എടുക്കുക കേട്ടോ. അത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മെയിലോ മെസ്സേജോ എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ആളുണ്ടാവും കേട്ടോ. അവരോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.